ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രവീന്ദ്രൻ സച്ചിയെ ചീത്ത പറയുവാണ്. നിനക്കെല്ലാവരെയും സങ്കടത്തിലാക്കിയപ്പോൾ സമാധാനമായില്ലേ? കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നീ പറയേയില്ല എന്ന് പറഞ്ഞ് സച്ചിയെ തള്ളി. ഇനി നീ മേലെ എൻ്റെ അടുത്ത് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് സച്ചിയെ അവിടെ തള്ളിയിട്ട് രവീന്ദ്രൻ പോകുവാണ്. ഇത് കണ്ട് ചന്ദ്രയും ശ്രുതിയൊക്കെ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി അടുക്കളയിൽ നിന്നും കരയുവാണ്. അപ്പോൾ സച്ചി വന്ന് രേവതിയെ ചീത്ത പറയും. നിനക്കിപ്പോൾ സമാധാനമായില്ലേ? നീ എന്തിനാ അവിടുത്തെ വിശേഷമൊക്കെ ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ഞാൻ ഇനിയും പറയും, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയണ്ടേ, ഞാൻ ഇനിയും നിങ്ങളോട് അച്ഛനോടെല്ലാം പറയും എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാനിവിടെ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ രേവതി പറയും, നിങ്ങൾ സത്യങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. എന്നിട്ട് അവിടെ നിന്ന് സച്ചി പോകും. അപ്പോൾ രേവതി ദേഷ്യത്തിൽ അവിടെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയും. ഇത് കേട്ട് ചന്ദ്രയും ശ്രുതിയൊക്കെ സന്തോഷിക്കുവാണ്. ചന്ദ്ര അപ്പോൾ മനസ്സിൽ വിചാരിക്കും, ഇത് തന്നെ പറ്റിയ അവസരം ഇവളുടെ പൂക്കട അവിടെ നിന്ന് പൊളിച്ചു മാറ്റാൻ. അതിനൊരു ഐഡിയ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുവാണ്. കാരണം അവർ രണ്ടുപേരും വഴക്കിട്ടിരിക്കുമല്ലേ, അപ്പോൾ ഈസി ആയിട്ട് പൂക്കട പിടിക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ക്ഷീണിച്ച് കട്ടിലിൽ കിടക്കുന്ന വർഷയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഫ്രഷ് ആവാത്തേ? അപ്പോൾ വർഷ പറയും, ജോലി അടുപ്പിച്ച് കുറേ ദിവസമായില്ലേ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് വല്ലാത്ത ക്ഷീണം. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്നാൽ നിനക്ക് കുറച്ച് ദിവസം ലീവ് എടുത്തൂടെ? അപ്പോൾ വർഷ പറയും, ലീവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇന്ന് സ്റ്റുഡിയോയിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, അമ്മ എന്തിനാ സ്റ്റുഡിയോയിൽ വരുന്നത്, ഇവിടെ വന്ന് കണ്ടൂടെ? അപ്പോൾ വർഷ ചോദിക്കും, സ്റ്റുഡിയോയിൽ വന്നാൽ ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് പറയാം. അപ്പോൾ എന്നാൽ വരട്ടെ. അപ്പോൾ വർഷ പറയും, ഞങ്ങൾ സൈക്കിളിൽ പോകുന്നതേ അമ്മ കണ്ടായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയും, കാറിൽ പോകേണ്ട മോള് സൈക്കിളിൽ പോകുന്നു, ഞാൻ നിന്നെ നല്ലോണം നോക്കുന്നില്ല എന്നുള്ള പരിഭവം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ അമ്മ വന്നതെന്ന് പറയും. അപ്പോൾ വർഷ പറയും, ഇത് അതിനൊന്നുമല്ല, ഇത് അമ്മക്കും അച്ഛനും ഒക്കെ വർഷത്തിലൊരു ട്രിപ്പ് പോകാനുള്ള കൂപ്പൺ കിട്ടും, അത് തരാൻ വേണ്ടി വന്നതാ. ഇപ്രാവശ്യം ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിങ്ങിനൊക്കെയുള്ള കൂപ്പണാണ്, നമുക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയും, നിൻ്റെ അമ്മ എന്താ എനിക്ക് നിന്നെ എവിടെയും കൊണ്ടുപോകാൻ കഴിവില്ലെന്നോർത്താണ് ഇങ്ങനെ ഒരു കൂപ്പൺ തന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, അല്ല ശ്രീകാന്തെ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയും, നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയില്ലേ, അത് ഞാനൊരു മനസ്സില്ലാതെ വന്നതാ, ഇതാ നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാൻ ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ പോകാം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിനെ ലീവ് എടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അവിടെ ഒരുപാട് ഓർഡറൊക്കെ വന്നിട്ടുണ്ട്, ഞാനില്ലാണ്ട് പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും, പ്ലീസ് ശ്രീകാന്തെ, ഓസിനൊരു കൂപ്പൺ കിട്ടിയപ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, നീയും അപ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ പറയാതെ പറയുവാണല്ലേ, ഓസിന് എൻ്റെ കയ്യിൽ കാശില്ലെന്നോർത്തല്ലേ നീയൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്ക് പിടിച്ച് അങ്ങോട്ട് നിൽക്കുവാണേ. എന്നിട്ട് ശ്രീകാന്ത് നേരെ പോകും. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ടെറസിൻ്റെ മുകളിൽ നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി വരുന്നത് പായയും എല്ലാം കൊണ്ട്. അപ്പോൾ ശ്രുതി സച്ചിയെ കാണുമ്പോൾ ചോദിക്കും, നീ എന്താടാ എവിടെ? മനുഷ്യനൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വന്നപ്പോൾ നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കും, നീ എന്താടാ എവിടെ? അപ്പോൾ പറയും, മുറിയിൽ നല്ല ചൂടാണ്, അതാണ് ഞാൻ വന്നതെന്ന് അറിയും. സച്ചി അപ്പോൾ എ സിയുള്ള കാര്യമൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, എൻ്റെ ഉള്ളിലാണ് തീ എന്ന് പറയും. നീ എന്താ എവിടെയും ചോദിക്കുമ്പോൾ സച്ചി പറയും, എൻ്റെ മുറിയിൽ ഞാൻ ഹോളിലല്ലേ കിടക്കുന്നത്, അവിടെയും ചൂടാ, അതുകൊണ്ടാണ് ഞാൻ മുകളിലോട്ട് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, ആ ശ്രീകാന്തെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ശ്രീകാന്ത് നോക്കുമ്പോൾ പൊക്കത്തൊട്ട് പായയും കൊണ്ട് വരുവാണേ. എന്നിട്ട് 3 പേരും കൂടി വിവാഹത്തിന് മുമ്പുള്ളതും അത് കഴിഞ്ഞുള്ള ഭാര്യയുടെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ്. പണ്ടൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അവർ ക്ഷമിക്കുമായിരുന്നു, ഇപ്പോൾ ഒന്നും തെറ്റ് ചെയ്താൽ അവർ ക്ഷമിക്കുന്നില്ല, എല്ലാം ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് ശ്രീകാന്ത് പറയുന്നത്. മാരേജിന് മുമ്പായിരുന്നു സമാധാനം, ഇപ്പോൾ ഒരു സമാധാനമില്ല, മാരേജ് കഴിക്കണ്ടായിരുന്നു എന്നൊക്കെയാണ് ശ്രീകാന്തും ശ്രുതിയും സച്ചിയും കൂടി പരാതിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയും, പണ്ട് അച്ഛനും അമ്മയും തല്ലുപിടിക്കുമ്പോഴേക്കും നമ്മൾ 3 പേര് ഈ ടെറസിൻ്റെ മുകളിൽ വന്നിരുന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു, നല്ല രസമായിരുന്നല്ലേ, ആ ടൈമിലൊക്കെ അച്ഛനും അമ്മയും തല്ലുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇതേപോലെ ഇരുന്ന് കളിക്കാനെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നല്ല നല്ല രസമാണ് കേട്ടോ അവരുടെ പഴയകാല ഓർമ്മകളൊക്കെ കേട്ടിരിക്കാൻ. അങ്ങനെ കുറേ കളിയും ചിരിയൊക്കെ ആയിട്ട് അവരാ രാത്രി അവിടെ കഴിച്ചു കൂട്ടും. പിന്നെ കാണിക്കുന്നത് വർഷയാണ്. രേവതി രാത്രി ഇരുന്ന് ചായ ഇടുമായിരിക്കും. അപ്പോൾ വർഷ ചോദിക്കും, എന്താ രേവതി ചേച്ചി ഉറക്കൂല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയും, വർഷക്ക് ഉറക്കൂല്ല എന്ന് പറയും. എന്നിട്ട് രണ്ടുപേരും കൂടി ചായ കുടിക്കുവാണ്. വർഷം എന്നിട്ട് ശ്രീകാന്ത് ടെറസിലാണ് കിടക്കുന്നതെന്നൊക്കെ പരാതി പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിയും വരും. ശ്രുതിയും പറയും, ശ്രുതി ഒരുപാട് ചേഞ്ചായി. ശ്രുതിയും ടെറസിൻ്റെ മുകളിൽ പോയി. എന്നിട്ട് 3 പേരും കൂടി ചായയൊക്കെ കുടിച്ച് പഴയ ഓർമ്മകളൊക്കെ നേരത്തെ ഭർത്താക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ ഇവരും പറയുവാണ്, കല്യാണത്തിന് മുമ്പുള്ള ലൈഫായിരുന്നു നല്ലത്, കല്യാണം കഴിഞ്ഞപ്പോൾ ആകെ മാറി, കല്യാണത്തിന് മുമ്പ് കണ്ട ശ്രുതിയും ശ്രീകാന്തും ഒന്നും അല്ല കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ രേവതി പറയും, നിങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരെ നേരത്തെ അറിയാം, പക്ഷെ ഞാൻ സച്ചിയേട്ടനെ അറിയാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്, സച്ചിയേട്ടൻ ഓരോ ദിവസവും ഓരോ സ്വഭാവമാണെന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും, ഏതായാലും അവർ വഴക്കിട്ട് പോയത് നന്നായി, അതുകൊണ്ട് നമുക്കൊരു ബോണ്ടിങ് ഇപ്പോൾ വന്നു, ഇനി ഇതുപോലെ തന്നെ നമുക്ക് പോകാം എന്നൊക്കെ വർഷ പറയുവാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.